രക്ഷയ്ക്കായി അനുഗ്രഹിച്ചു തന്നതെങ്കിലും മറ്റുള്ളവരുടെ ആവശ്യാനുസരണം കയ്യിലുള്ളത് എന്തും ദാനം ചെയ്യും എന്ന തന്റെ ജീവിത വ്രതം അനുഷ്ഠിക്കാൻ ശരീരഭാഗമായ കവചകുണ്ടലങ്ങൾ അറുത്തെടുത്ത് നൽകിയ കർണൻ. മറ്റു ചെയ്തികൾ പലതും വിമർശന വിധേയമായിട്ടുണ്ടെങ്കിലും ഇവിടെ അദ്ദേഹം അജയൻ തന്നെ. നാടോടി കഥകളിലൂടെ ആധുനിക കാലത്തേക്ക് പറിച്ചു നടുമ്പോൾ ഇന്നത്തെ തലമുറയെ സ്വാധീനിക്കാൻ ആ നന്മയ്ക്കാവുമോ? നമുക്ക് വരും തലമുറയോട് തന്നെ ചോദിക്കാം. അർക്കദത്തം. സാരില്ല, അവിടെ ഞാൻ നോക്കിക്കൊള്ളാം. അച്ചു, അപ്പു, വവു കറിയണ്ട, നമുക്ക് കളിക്കാം. എടാ വിളിക്ക, കൊള്ളാലോ. ശരി. എന്റെ മോൻ ഉപനയനം കഴിഞ്ഞപ്പോൾ ആ ലാഗ് മാറി നല്ല പക്വത വന്നു. ഇന്ന് പിള്ളേശത്തിന് മുഴുവൻ അവൻ നോക്കി. ശരിയാട്ടോ, കുഞ്ഞുമാണ് ആകെ മാറി. സമാധാനം കഴിഞ്ഞ മുതൽ ഇങ്ങനെയാണ്. ശിവരി സിനിമ കണ്ടിട്ട് അരുണനെ എടുത്തേക്കിയ ആളാ. ഇപ്പോൾ അച്ഛനും മോനും രണ്ട് ശരീരവും ആത്മാവുമാണ്. അമ്പോ എന്നാൽ പിള്ളേരെ എല്ലാം പിരിച്ച് ഉപനയനം കഴിപ്പിക്കാം. ഉപനയനം കഴിഞ്ഞപ്പോ നീ ഭയങ്കര മിടുക്കനായെന്ന് കേട്ടു. You want to fight me? You want to fight me? ചന്തു, അടങ്ങിയിരിക്കോ. എന്തിനാ വെറുതെ ഫൈറ്റ് ചെയ്യണേ? നീ ശരിക്കും നന്നായോ അതോ അഭിനയിക്കണ? ഉപനയനം ഇത്ര സിഗ്മായിരുന്നു? ഇത് ഉപനയനമല്ല, ഇതൊക്കെ വേറെ സീക്രട്ടാണ്. നിങ്ങൾ ആരോടെങ്കിലും പറയോ? ഇല്ല, പറയൂ. നിങ്ങൾ കർണന്റെ കുണ്ടലങ്ങളുടെ കഥ കേട്ടിട്ടില്ലേ? കുമാര, ഞാൻ നേരിൽ വന്നത് ഒരു പ്രധാന കാര്യം നിന്നെ അറിയിക്കാനാണ്. കൽപ്പിച്ചാലും പ്രഭു. കുമാര, ഞാൻ നിന്റെ രക്ഷയ്ക്കായി
അനുഗ്രഹിച്ചു തന്നിട്ടുള്ളതാണ് ഈ കവചകുണ്ടലങ്ങൾ. അവ കവർന്നെടുക്കാനായി ഇന്ദ്രൻ ബ്രാഹ്മണ വേഷധാരിയായി നാളെ നിന്റെ അടുക്കൽ വരും. നീ അവ ദാനം ചെയ്യരുത്. ക്ഷമിക്കണം പിതാവേ, ദാനം ചോദിച്ചാൽ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ വിധി പോലെ നടക്കട്ടെ. ഞാൻ എന്ത് ദാനം ചെയ്യണമെന്ന് കൽപ്പിച്ചാലും നിങ്ങളുടെ കവചകുണ്ടലങ്ങളാണ് എനിക്ക് ആവശ്യം. അങ്ങനെ ആവട്ടെ. മഹാദാനശീലൻ തന്നെ. അങ്ങേക്ക് മംഗളം ഉണ്ടാവട്ടെ. അങ്ങനെ ആവട്ടെ. മഹാദാനശീലൻ തന്നെ. അങ്ങേക്ക് മംഗളം ഉണ്ടാവട്ടെ. മുത്തശ്ശൻ പറഞ്ഞതാണ്, ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ആ കുണ്ടളം ഞങ്ങളുടെ ഗ്രാമത്തില് കളഞ്ഞു പോയി. ഇപ്പൊ അവിടെ കർണന്റെ പ്രതിഷ്ഠയുള്ള അമ്പലമൊക്കെ ഉണ്ട്. അതിന് ആ ഗ്രാമത്തില് സ്വർണ്ണ പണിക്കാർ ഉണ്ടാക്കി കിടക്കൻ മുത്തശ്ശൻ എനിക്ക് വാങ്ങി തന്നു. ഇതിട്ടാൽ കർണനെ പോലെ നല്ല സ്വഭാവ ഗുണം ഉണ്ടാവുമെന്നാണ് മുത്തശ്ശൻ പറയുന്നത്. പക്ഷേ കിടക്കുന്ന ശക്തി കിട്ടണമെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് മുഴുവൻ ശ്രദ്ധിച്ച് കേട്ടിട്ട് മകപ്പടി പറയാൻ പാടില്ല. കൊള്ളാം, നീ സ്റ്റാറായി. കൃഷ്ണപ്രിയോടെ ഈ കടിക്കിന് മാജിക് പവർ ഉണ്ടെന്ന് കുഞ്ഞു പറയുന്ന സത്യമാണോ? പിന്നെ കണ്ണിന്റെ കടക്കൻ സത്യ കുഞ്ഞിനെ പോലെ എല്ലാരും ഒന്നും വാങ്ങിട്ടോ. ഈ മുത്തശ്ശന്റെ ട്രിക്ക് കൊള്ളാം. ഒരു കടക്കനെ കൊണ്ട് പിള്ളേരെല്ലാം നേരെയാക്കി. എന്റെ കൊച്ചേ, ഞാൻ നിന്റെ മുത്തശ്ശി ഒന്നും അല്ല. ഇതൊരു ഹാലോവീൻ കോസ്റ്റ്യൂമാ. ഹാലോവീൻ ഇതിനെ കൊണ്ട് തോറ്റു. എന്റെ മുത്തശ്ശി ആരാ? എന്നെ ഒന്ന് രക്ഷിക്കൂ പ്ലീസ്. എല്ലാവർക്കും നാടകം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഷോർട്ട് ടൈമിൽ തട്ടിക്കൂട്ടിയതാണ്. അതുപോലെ തന്നെ പലർക്കും അസുഖങ്ങളൊക്കെ ആയിട്ട്, എന്നാലും അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.